സൈഡ് വേസ് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കി സൈഡ് വേസ് ട്രെൻഡി മാർക്കറ്റ് ആണ് അതിൽ നമ്മളിത് യൂസ് ചെയ്യും. ഓക്കെ, ട്രെൻഡി മാർക്കറ്റ് ആണ്. ബൗൺസ് ഓക്കെ, നമുക്ക് അതിനകത്ത് ഏറ്റവും ഉചിതമായ മാർക്കറ്റ് ഏതാണെന്നറിയാലോ. അതായത് നമുക്ക് ഏറ്റവും ഈ ഒരു സ്ട്രക്ചർ വർക്ക്, ഈ ഒരു വർക്ക് സ്ട്രക്ചർ ഈ കറക്റ്റായിട്ട് നമുക്ക് ഇതാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് വേസ് മാർക്കറ്റിലായിരിക്കും. സൈഡ് വേസ് മാർക്കറ്റ് എങ്ങനെ പോകുന്നതെന്ന് അറിയാലോ, ബൗൺസ് ബാക്ക് ആണ്, ശരിയല്ലേ? സിക്സ് ആക്ട് ടൈപ്പിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കും മാർക്കറ്റ് ഇങ്ങനെ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ താഴത്തെ നമ്മളുടെ ഡിജിറ്റൽ ലൈന് ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ക്യാൻഡിൽ ഫോം ആവും നെക്സ്റ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് റെഡ് ക്യാൻഡിൽ ഫോം ആവും. അത് അതർവൈസ് നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും നമ്മളുടെ ഓർഡർ ബ്ലോക്ക് ലെവലിൽ പോവുകയാണെന്നുണ്ടെങ്കിലോ അത് വെയിറ്റ് ചെയ്യണം. ഓർഡർ ബ്ലോക്ക് ലെവലിൽ നമുക്ക് പോവുകയാണെങ്കിൽ ഇപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ ട്രാവൽ ചെയ്തിട്ട് ഓർഡർ ബ്ലോക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു റിവേഴ്സലിലേക്ക് എന്താണ് സംഭവിക്കുന്നത് പറയൂ. നെക്സ്റ്റ് റെഡ് റിവേഴ്സ് നമുക്കൊരു റിവേഴ്സൽ ക്യാൻഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നമുക്കൊരു 80% ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഇവിടുന്ന് സംഭവിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ പ്രോക്സിമൽ ലൈനിലാണ് നമ്മുടെ പ്രോക്സിമൽ ലൈനാണ് ഈ മാർക്കറ്റ് റൺ ചെയ്ത് പോകുന്നതെങ്കിലോ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ചെയ്തു, അതായത് നമ്മളുടെ ഈ ലൈനിനെ ബ്രേക്ക് ഔട്ട് ചെയ്തു മാർക്കറ്റ്. ഓക്കെ, വെയിറ്റ്, അതായത് നമ്മളുടെ മുകളിലത്തെ ലൈനിൻ്റെ നമ്മളെന്തോ പറയാ, പ്രോക്സിമൽ ലൈൻ. ഓക്കെ, ഈ പ്രോക്സിമൽ ലൈനെ നമ്മളുടെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, വെയിറ്റ്, ഇതിനെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് നമ്മളുടെ പ്രോക്സിമൽ ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ കൺഫർമേഷൻ ക്യാൻഡിൽ വെയിറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടുന്ന് ഫോം ആകുന്നത്. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടുന്ന് ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്യാൻഡിൽ എന്താ എടുക്കുന്നു? ഗ്രീൻ എടുക്കും, അപ്പിലേക്ക് എടുക്കുന്നത്. അതായത് നമുക്ക് 5 സെക്കൻഡ് കൺഫർമേഷൻ നമുക്ക് മസ്റ്റ് വേണ്ടതാണ്. 5 സെക്കൻഡ് കൺഫർമേഷനോട് കൂടി നമ്മൾക്ക് അപ്പിലേക്ക്. അപ്പം നമ്മളുടെ എൻട്രി പോയിന്റ് ഏതാണ്? നമ്മളുടെ എൻട്രി പോയിന്റ് ഇതല്ലേ? നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് വെച്ചാൽ ഇതാണ് എൻട്രി പോയിന്റ്. ഈ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി പോയിന്റ്. നമ്മൾ ഈ ഒരൊറ്റ ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കാവുള്ളൂ. കാരണം നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത്ര ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നമുക്ക് ഇത്ര ഡേറ്റ കിട്ടി. അതായത് ഒരു മാർക്കറ്റിൻ്റെ ഡേറ്റ എന്ന് വെച്ചാൽ ബൈനറിയുടെ ഡേറ്റ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് ഒരു ബൈനറിയുടെ ഡേറ്റ എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഡേറ്റ മതി. അതായത് ഇവിടെ നിന്നുള്ള ഇത്രയും ഡേറ്റ മതി നമുക്ക്. മനസ്സിലായോ? അതായത് ഈ ഡേറ്റ നമുക്ക് വേണ്ട, നമുക്ക് ഇത്രയും ഡേറ്റ നോ നീഡ്. ഓക്കെ, നമുക്ക് വേണ്ട ഡേറ്റാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറിക്കകത്ത് നമുക്ക് വേണ്ട ഡേറ്റാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ ഡേറ്റ നമുക്ക് ഈ ഡേറ്റ നമുക്ക് വേണ്ട, ഈ ഡേറ്റ നമുക്ക് വേണം. യെസ്, ശരിയല്ലേ? യെസ്. ഓക്കെ, അതർവൈസ് നമുക്കിവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലാണെന്നെങ്കിലോ റെഡ് ക്യാൻഡിലാണ് വരുന്നുണ്ടെങ്കിലോ, അതായത് ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം ഇവിടെ ഫോം ആകുന്ന ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ ഫോം ആകുന്ന ക്യാൻഡിൽ റെഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ ഫോം ആകുന്നെങ്കിൽ കൺഫർമേഷൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ എന്താ ഫോം ആകുന്നതെന്ന് നമ്മൾ നോക്കണം. അതായത് നെക്സ്റ്റ് ക്യാൻഡിൽ
ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കണ്ണടച്ച് അത് പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മളെപ്പോഴും വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ഡയറക്ഷനിലേക്ക് സപ്പോർട്ടും അപ്പ് ഡയറക്ഷനിലേക്ക് റെസിസ്റ്റൻസും ശരിക്കും ഫീൽ ചെയ്യും. അതായത് ഫീലിംഗ് മീൻസ് എന്തോന്ന് അറിയാമല്ലോ, സംഭവം വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതായത് ഡൗൺ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റിന് പ്രയോറിറ്റി ഏതാണ്? സപ്പോർട്ട് ലെവലാണ്. ആണോ? യെസ്. അതായത് ഡൗൺ ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുന്ന മാർക്കറ്റിന് മെയിൻ വേണ്ട, അതായത് റെസിസ്റ്റൻസ് ലെവലിൽ ഒരിക്കലും അത് വർക്ക് ചെയ്യത്തില്ല. പക്ഷേ ഡൗൺ ഡയറക്ഷൻ മാർക്കറ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സപ്പോർട്ട് ലെവലാണ്. ഏത് സപ്പോർട്ട് ലെവലും മാർക്കറ്റ് അപ്പ് ഡയറക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് ലെവലുമാണ് വേണ്ടത്, പ്രത്യേകിച്ച് ബൈനറിക്കകത്ത്. ഓക്കെ. യെസ്. അപ്പോൾ ഇൻ കേസ് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് വീണ്ടും താഴത്തേക്ക് കണ്ണടച്ച് ഒരു ട്രേഡ് കൊടുക്കാം. ശരിയല്ലേ പറഞ്ഞു? ബ്രോ കാര്യം ചോദിച്ചോട്ടെ? ആ പറയൂ ബ്രോ. അവിടെ നമ്മുടെ ഡോജി ക്യാനിലൊക്കെ ഫോം ആവാണെന്നുണ്ടെങ്കിൽ, ഡോജി ക്യാൻഡിൽ ഫോം ആകുമ്പോൾ കളർ പാറ്റേൺ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ വിടുക. അതായത് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 5 സെക്കൻഡിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ട് കൺഫർമേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ അവിടെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇൻ കേസ് ഇങ്ങനെ റെഡ് കളറിലെ ഒരു ക്യാൻഡിൽ തന്നെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ഈ ഡയറക്ഷൻ തന്നെ എടുക്കാം. നമുക്ക് അതായത് ഈ സെയിം ഡയറക്ഷൻ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാം. അതവശാ സെയിം ഡയറക്ഷൻ അല്ല, അതർവൈസ് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലാ ഫോം ആകുന്നുണ്ടെങ്കിൽ നമ്മൾ MTG എടുക്കരുത്. സോറി, വെയിറ്റ്. അതർവൈസ് അവിടെ ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിലാ ഫോം ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കരുത്. നെക്സ്റ്റ് ക്യാൻഡിലിന് വീണ്ടും വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മളുടെ ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ണടച്ച് ബ്രേക്ക് ഔട്ട് ചെയ്യാം. കാരണം ഇവിടെ അതായത് ബയേഴ്സിൻ്റെ ഇത് ഫെയിലായി. ഇവിടെ ഓൾറെഡി ഇവിടെ അതായത് ഈ ഏരിയയിൽ മാർക്കറ്റ് ഫെയിൽ ആയതുകൊണ്ടാണ് മാർക്കറ്റ് ഫെയിൽ ആയതുകൊണ്ടാണ് ഇവിടെ തിരിച്ച് മാർക്കറ്റ് വീണ്ടും റൺ ചെയ്യുന്നത്. നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ സിഗ്നൽ തരുമ്പോഴതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ചില സമയത്ത് ഫെയിൽ ആകത്തില്ലേ? ഈ ഏരിയ നമ്മൾ ഫെയിലാകും. ഈ ഏരിയ ഫെയിലാകുമ്പോഴത്തേക്കും മാർക്കറ്റ് വീണ്ടും ഇപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് മെയിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ ഇൻ കേസ് ഇതുപോലെ ഡോജി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് താഴേക്ക് പോകാൻ താല്പര്യമില്ല. മാർക്കറ്റ് ട്രെൻഡ് ഫോളോ ചെയ്യും. ട്രെൻഡ് ഏതാ? മേജർ ട്രെൻഡ് ഇതല്ലേ? നമ്മുടെ ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത്? ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ഹൈ, ലോ, ഹയർ ഹൈ. ഇങ്ങനെയാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്നത്. ശരിയല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഈ ഏരിയ ശ്രദ്ധിച്ചാൽ, അതായത് ഇവിടെ ഇപ്പം മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ജസ്റ്റ് ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ വീണ്ടും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുക, നമുക്ക് വീണ്ടും കണ്ണടച്ച് എന്താ നെക്സ്റ്റ് ഇത്. അപ്പം നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ ഏതാണ്? നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ ഇതാണ്. നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ ഇതാണ്. നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ ശരിയല്ലേ? ഇതാണ് നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ. ഓക്കെ, ഇതാണ് നമ്മൾക്ക് മെയിൻ. നമുക്ക് ഇപ്പം അതായത് നമ്മൾ അതൊന്നും കൂടെ പറഞ്ഞ ഫയസേ, ആ ഒരു ഏരിയ ഒന്ന് പറഞ്ഞ ഫയസ്. ഈ സെയിം ഏരിയ തന്നെ നമ്മൾ ഒരു ട്രെൻഡി മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കാം? അതായത് നമ്മൾ 3 ലൈൻസ് നോക്കിയിട്ട് അതിന്റെ ബേസിലാണ് നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ, ആ ലൈൻസിന് ഡിജിറ്റൽ ലൈന്, ഓർഡർ ബ്ലോക്ക്, പിന്നെ നമ്മുടെ പ്രോക്സിമൽ ലൈൻ. ഇതിന് ഏറ്റവും ടോപ്പിലുള്ളതാണ് പ്രോക്സിമൽ ലൈൻ. ഓക്കെ, ഇതില് ആ പ്രോക്സിമൽ ലൈനിന്റെ തൊട്ട് താഴെ, അതായത് സെന്ററിലുള്ളതാണ് മിഡിലായിട്ടുള്ളത് ഓർഡർ ബ്ലോക്ക്. പിന്നെ ഏറ്റവും താഴത്തെ 3ാമത്തെ ലൈനാണ് ഡിജിറ്റൽ ലൈൻ. ഓക്കെ. ട്രെൻഡി മാർക്കറ്റിൽ നമ്മൾ ഡിജിറ്റൽ ലൈനിൽ, അതായത് ഒരു കാൻഡിൽ ഡിജിറ്റൽ ലൈനിൽ ടച്ച് ചെയ്താൽ നെക്സ്റ്റ് കാൻഡിൽ റൺ ചെയ്യുന്നത് റെഡ് കാൻഡിൽ ആയിരിക്കും. ഓക്കെ. പിന്നെ ഓർഡർ ബ്ലോക്കിന്റെ താഴെ വെച്ചിട്ടാണ് കാൻഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നതിൽ
അതും നെക്സ്റ്റ് റെഡ് ക്യാൻഡിൽ തന്നെ ആയിരിക്കും. ഓക്കെ. ആ ഇനി മൂന്നാമത്തെ പ്രോക്സിമൽ ലൈനിൽ ടച്ച് ചെയ്തിട്ട് അവിടെ നമ്മളത് വെയിറ്റ് ചെയ്യണം. അതായത് നെക്സ്റ്റ് ക്യാൻഡില് ഗ്രീൻ ആണെങ്കിൽ അത് കൺഫർമേഷൻ ആണ്, കണ്ണുകൂട്ടി നമുക്ക് അപ്പിലേക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ. അതിൽ പറയണം. ഫയസ് പറ. ഇനി പ്രോക്സിമൽ ലൈനിൽ അതായത് പിന്നെ അവിടുന്ന് റെഡ് ക്യാൻഡിലാണ് ഫോം ആയതെങ്കിൽ നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, റെഡ് ക്യാൻഡിലിൽ രണ്ടാമത് റെഡ് ക്യാൻഡിലാണ് ഫോം ആയിട്ടുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് താഴോട്ടേക്ക് പോവാം. ഓക്കെ. അതിൽ എന്ന് പറഞ്ഞേ 3 ലൈനാണ് ഉള്ളത്. അതിലൊന്ന് പ്രോക്സിമൽ ലൈന്, ഓർഡർ ബ്ലോക്ക്, ഡിജിറ്റൽ ലൈന്. ഈ ഓർഡർ പ്രോക്സിമൽ ലൈനിന് നമുക്ക് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയതെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. നോ, ഒരിക്കലും അല്ല. പ്രോക്സിമൽ ലൈന് എങ്ങനെയാ? പ്രോക്സിമൽ ലൈൻ എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിക് കാണുന്നതല്ലേ പ്രോക്സിമൽ ലൈന്? അതെ. അപ്പോൾ നമ്മൾ എവിടെയാണ് എടുക്കുന്നത്? ഡിജിറ്റൽ ലൈനല്ലേ നമുക്ക് അവിടെ പ്രയോറിറ്റി കൂടുതൽ? ഡിജിറ്റൽ ലൈനിലല്ലേ നമുക്ക് ഓപ്പോസിറ്റ് പാർട്ടി എടുക്കാൻ പറ്റുന്നത്? അത് പ്രോക്സിമൽ ലൈന് നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പിലേക്കല്ല എടുക്കാം. ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ്? ഗ്രീനോ റെഡോ? അത് മറന്നുപോയോ? നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ. ബ്രേക്ക് ഔട്ടിന് ശേഷം റെഡ് ആണെങ്കിലോ? റെഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. എങ്ങനെ അപ്പിലേക്ക് ട്രേഡ് എടുക്കാൻ പറ്റും? അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവും. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു തന്നത്. അതായത് റെഡ് ക്യാൻഡിൽ ഫോം ആയി, അതായത് ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുകയാണ്. നെക്സ്റ്റ് വീണ്ടും റെഡ് ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെഡ് ക്യാൻഡിലും കൂടെ നമുക്ക് ട്രേഡ് എടുക്കാം, ഡൗൺ ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കാം. അതർവൈസ് അവിടെ ഒരു ഡോജി ക്യാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ, ഡോജി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവിടെ അടുത്തത് ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി വീണ്ടും നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച ലെവൽ ഏതാണ്? നമ്മൾ ഈ ഉദ്ദേശിച്ച ഈ പ്രോക്സിമൽ ലൈനെ വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പിലേക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ബ്രേക്ക് ഔട്ട് ചെയ്ത് അപ്പിലേക്ക് അതും ടാസ്ക് എടുക്കുക. ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട എന്താണ്? ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കൺഫർമേഷൻ ക്യാൻഡിൽ വേണം. ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം നമുക്ക് കൺഫർമേഷൻ ക്യാൻഡിൽ മസ്റ്റാണ്. ബ്രേക്ക് ഔട്ടിന് ശേഷം നമുക്ക് വേണ്ട കൺഫർമേഷൻ ക്യാൻഡിൽ, ഈ കൺഫർമേഷൻ ക്യാൻഡിൽ ഇതല്ലേ നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ? ഇതാണ് നമ്മുടെ കൺഫർമേഷൻ. ഈ കൺഫർമേഷൻ ക്യാൻഡിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പ്. ഓക്കെ, മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ. ഇങ്ങനെയാണ്, ഇതാണ് കറക്റ്റ്. അതായത് ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. ഇതാണ് നമ്മുടെ എൻട്രി. തിരിച്ച് മാർക്കറ്റ് എങ്ങനെയാ? തിരിച്ച് മാർക്കറ്റ് ഇത് തന്നെ. തിരിച്ച് മാർക്കറ്റ് ഇങ്ങനെ തന്നെ വരുന്നത്. ഇവിടെ റെഡ് ക്യാൻഡിലാണ് ഫോമായി. ഇവിടെ നമ്മളിപ്പം റെഡ് ക്യാൻഡിൽ ഫോമായി, എന്താ പറയുക, ഇവിടെ റെഡ് ക്യാൻഡിൽ ഫോമായി, ഫുൾ കൺഫർമേഷനോട് റെഡ് ക്യാൻഡിൽ ഫോമായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടച്ച് ഇവിടുത്തെ റെഡ് എടുക്കാൻ പറ്റും. ഡൗണിലേക്ക് എടുക്കാം. ഡൗൺ ട്രെൻഡ് തന്നെ മാർക്കറ്റ് കണ്ടിന്യൂ, മാർക്കറ്റ് മൊമെൻറ്റം ഫോളോ അപ്പ് ചെയ്യും. ചിലപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു സ്ട്രോങ് ലെവൽ നിൽപ്പുണ്ട്. എന്താണെന്നറിയാമോ? അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇൻറ്റേർണൽ ലെവൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാവുന്ന കാര്യം. അതായത് ഹൈഡ് ആയിട്ടുള്ള SNR ലെവലുണ്ട്. ഇതൊരു ലെവലാണ്, മനസ്സിലായോ? കാരണം ഇതിപ്പോൾ നമുക്ക് വേണ്ട ലെഫ്റ്റിലേക്ക്, പ്രീവിയസ് ലെക്കിനകത്ത് ഒരു റീട്രേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. മൊമെൻറ്റം ഫോളോ അപ്പ് ചെയ്തൊക്കെ മാർക്കറ്റിലാണെങ്കിൽ കൂടെ തന്നെ ഈ ഒരു ഇതില്ലേ, ഈ ഒരു ഏരിയ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പാർട്ടി കയറാൻ ചാൻസസ് ഉണ്ട്. കാരണം ഇവിടെ ബയ്യർ ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരാൻ ചാൻസസ് ഉണ്ട്. അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് സംഭവം. കാരണം ഇത് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഓൾറെഡി സപ്പോർട്ടായില്ലേ? ഇതും സപ്പോർട്ടായി. ഇതും പ്രീവിയസ് സപ്പോർട്ട്, അതായത് ഇതൊരു സപ്പോർട്ടായില്ലേ?
ഇതൊരു സപ്പോർട്ടായി, ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, ഇതും സപ്പോർട്ടായി. അപ്പം ഇങ്ങനെ സപ്പോർട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യണം. നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു റെഡ് ക്യാൻഡിലാ ഫോം ആകുന്നുണ്ടെങ്കിൽ ഇത് കൺഫർമേഷൻ ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് വീണ്ടും റെഡ് എടുക്കാം. റെഡിലേക്ക് മനസ്സിലായോ? ഇതാണ് മാർക്കറ്റിന്. അപ്പോഴും നോക്കിയാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെ ഫോം ആയേക്കുന്നത്. മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഫോം ആയേക്കുന്നത് എങ്ങനെയാണ് കണ്ട? ഹൈ ലോ, ഹൈ ലോ, തിരിച്ചു വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇങ്ങനെയും പോകാം. അതായത് സിക്സ് ആക്ക് പാറ്റേണിൽ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും ഇങ്ങനെ പോകാം. അതർവൈസ് ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴേക്കും വരാം. ഇതൊക്കെ എന്ന് വെച്ചാൽ ബൈനറിക്കകത്ത് ഏറ്റവും മെയിൻ കാര്യങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് ട്രെൻഡ് ലൈനും വരച്ച് നല്ല രീതിയിൽ നമ്മൾ റെസിസ്റ്റൻസ് ലൈനും വരച്ച് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മൈൻഡ് സെറ്റായിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ ഡേ എങ്ങനെയായാലും നമുക്കൊരു $10 ഏൺ ചെയ്യാം. ഫ്രീ മൈൻഡിൽ, ഫ്രീ ബേഡായിട്ട് പറഞ്ഞു. അതായത് ഗാംബ്ലിംഗ് എന്നുള്ള ഒരു സിസ്റ്റം നിങ്ങൾ ഒഴിവാക്കുക മാക്സിമം കേട്ടോ. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം, കാരണം ഗാംബ്ലിംഗ് ഒന്നും ഒരിക്കലും ഇതല്ല. ഒരിക്കലും ഗാംബിൾ ചെയ്യുന്നവർ ഒരിക്കലും പ്രോഫിറ്റുള്ള ട്രേഡർ ആകത്തുമില്ല. അത് വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഗാംബിൾ ചെയ്യാനല്ല ഞാൻ നിങ്ങൾക്ക് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിപ്പിച്ചു തരുന്നത്, മനസ്സിലായോ? അപ്പം ആ രീതിയിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല ഗുണമുണ്ടാകും. ഇപ്പോൾ നമ്മളുടെ ബാച്ചിലുള്ള ആൾക്കാരെല്ലാം നല്ല അത്യാവശ്യം പഠിച്ച് വരുവാണ് സംഭവം. അപ്പോൾ നല്ല രീതിയിൽ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗുണമുണ്ടാകും. പഠിക്കാതെ ബൈനറിക്കകത്തോട്ട് ഇറങ്ങാനും പാടില്ല. പഠിക്കാത്തവരുടെ ബൈനറിക്കകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറും ഗാംബ്ലറാകത്തേ ഉള്ളൂ. നമ്മൾ മറ്റേ ഗെയിം കളിക്കുന്ന പോലെ ആയിപ്പോവും. ഓക്കെ, ഇപ്പോൾ വന്നാൽ അടുത്ത് നമുക്ക് ഡൗണിലേക്ക് ഇട്ടേക്കാം, വേഗം ഇറങ്ങുന്ന $8 $10 പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇത് തന്നെയാണ് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ ഫയാസിനെ പഠിപ്പിച്ചത്. ബ്രേക്ക് ഔട്ടിന് ശേഷം ഞാൻ ലൈവ് മാർക്കറ്റ് കാണിച്ചു കൊടുത്തത്. ട്രെൻഡി മാർക്കറ്റ് നമ്മൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അതിലോ? അതെ അതെ, നമുക്കാണ് ഇത്രയും ഡേറ്റ മതി. നമുക്ക് ബൈനറിക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഡേറ്റയാണ് നമ്മളുടെ മെയിൻ, മനസ്സിലായോ? ഇത്രയും ഡേറ്റയാണ് നമുക്ക് വേണ്ടത് ബൈനറിക്കകത്ത്. ട്രെൻഡ് ലൈൻസിൻ്റെ ഒക്കെ ഞാൻ നിങ്ങളെ നെക്സ്റ്റ് ക്ലാസ്സിൽ ട്രെൻഡ് ലൈൻസിനെ പറ്റി പഠിപ്പിച്ചു തരും. ട്രെൻഡ് ലൈൻസിൻ്റെ ഓക്കെ, ആദ്യം ഇതങ്ങോട്ട് ക്ലിയർ ആകട്ടെ. ഇതിപ്പോൾ കണ്ടോ, ഇതിനിപ്പോൾ ഒരു മാർക്കറ്റ് സോൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഒരു സോൺ കണ്ടോ? സൂൺ കണ്ടോ? കാർക്കറ്റ് സ്ക്വയർ സൂണാണ് കേട്ടോ. ഉണ്ടാ ഈ സൂണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ്, അതായത് ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്യുക മാർക്കറ്റ്, അതായത് ഈ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുക. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവും. ഇതിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആകുമെന്ന് വെച്ചോ. ഗ്രീൻ ക്യാൻഡിൽ ഫോം ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഗ്രീൻ ക്യാൻഡിലായിരിക്കും. കറക്റ്റ് റൂൾസ് പ്രകാരം ഇതാണ് വരേണ്ടത്. ഇപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുക, ഈ ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണ്. ഈ ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ റെഡ് ക്യാൻഡിൽ ഫോം ആണെന്നുണ്ടെങ്കിൽ അടുത്ത മാർക്കറ്റ് വീണ്ടും മൂവ്മെൻറ്റ് ഫോളോ ചെയ്ത് താഴോട്ട് പോകും. അതാണ് കറക്റ്റ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. അതാണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഹയർ ഹൈ ഹയർ ലോ എപ്പോഴും. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. ഇതുണ്ടോ? ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ്, ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ നമ്മളൊരു ക്യാൻഡിൽ വെയിറ്റ് ചെയ്യണം. കാരണം ബ്രേക്ക് ഔട്ട്, ഓരോ ബ്രേക്ക് ഔട്ടിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു മാർക്കറ്റിനകത്തും ഏതൊരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഓപ്പോസിറ്റ് പാർട്ടി കയറി വരും. അവിടെ ഇപ്പോൾ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ബയ്യർ എൻട്രി ആകും, ബയ്യേഴ്സിൻ്റെ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ സെല്ലർ എൻട്രി ആകും. കാരണം ഇതിപ്പോൾ എന്ന് വെച്ചാൽ ബയ്യേഴ്സിൻ്റെ എൻട്രി പോയിന്റാണ്. കാരണം ഇവിടുന്ന് മാക്സിമം റിജക്ട് ചെയ്ത് മാർക്കറ്റ് പോയേക്കുവാണ്. കണ്ടോ ഈ ഒരു ഏരിയ ഉണ്ടോ? ഇത് ബയ്യേഴ്സിൻ്റെ എൻട്രി പോയിന്റാണ്. ഇത് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗൺ ഡയറക്ഷനുമാണ്. ഉണ്ടോ?
നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം മനസ്സിലായി ഇപ്പം. അതെ അതെ ഉണ്ടോ? ആ, കാരണം ഇതിപ്പം ട്രെൻഡ് ചേഞ്ച് ആകാനുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. അതർവൈസ് ഇത് ബ്രേക്ക് ഔട്ട് നോക്കട്ടെ, നമുക്കിപ്പോൾ നോക്കാം. നമുക്കറിയാൻ പറ്റുന്നുണ്ടല്ലോ, നോക്കിയാൽ ടൈലർ ക്യാൻഡിലാണ് വന്നേക്കുന്നത് കേട്ടോ. ടൈലർ ക്യാൻഡിൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ, സ്ട്രോങ് ആയിരിക്കും. കാരണം സെല്ലേഴ്സിന് അവിടെ പ്രയോറിറ്റി കുറവാണ്. ഇല്ല, ഈ ഭാഗത്ത് തികച്ചും സെല്ലേഴ്സിന് പ്രയോറിറ്റി കുറവാണ് ഈ ഭാഗത്ത്. നോക്കൂ, ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യുക. ബ്രേക്ക് ഔട്ട് ചെയ്താൽ നെക്സ്റ്റ് ലെവൽ ഏതാ, ടാർഗറ്റ് ഏതാ, നെക്സ്റ്റ് ടാർഗറ്റ് ഏതാ? ഇതാണ് ടാർഗറ്റ്. കണ്ട, മാർക്കറ്റ് കറക്റ്റ് റൂൾസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഗുണമായിരിക്കും. മനസ്സിലായോ? ചുമ്മാതെ വലിച്ചു വാരി ട്രേഡ് എടുക്കുക, ഗാംബിൾ ചെയ്യുന്ന ഒരു സിസ്റ്റമല്ല. ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങൾ, ഇല്ലേ? ശരിയല്ലേ? ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ കറക്റ്റായിട്ട് അത് പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ച്. ഇപ്പം തന്നെ മാർക്കറ്റ് റിജക്റ്റ് ട്രാവൽ ചെയ്തു. പക്ഷേ നോക്കിയേ, നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ട്രേഡ് എടുക്കാനേ പാടില്ല. നമുക്ക് ട്രേഡ് എടുക്കാം, വെയിറ്റ് ചെയ്യും. ഇനിയിപ്പോൾ മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും അറിയാലോ? മാർക്കറ്റ് എൻ്റെ തീരുമാനത്തിൽ 80% മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യും. ഒരു 80% മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യും. കാരണം അതർവൈസ് ഒരു മാനിപ്പുലേഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്യും. ഇപ്പം നമ്മളെ ഇപ്പം എങ്ങനെയാണ് ഇത് നോക്കിയത്? അതുകൊണ്ട് ഹൈ ലോ ഹൈ ലോ ഹൈ ലോ, ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഇത്. ഇവിടെ മാർക്കറ്റ് ട്രാവൽ ചെയ്യും. മനസ്സിലായോ? കാരണം കറക്റ്റ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇതാണ്. ഇനി മാർക്കറ്റ് അപ്പിലേക്ക് പോവും. ബ്രേക്ക് ഔട്ട് ചെയ്തു. കാരണം ഇത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്ക് പോകേണ്ടതാണ്. 80% മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടാണ്. അതർവൈസ് മാനിപ്പുലേഷനും മറ്റു കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ 80% മാർക്കറ്റ് മുകളിലേക്ക് പോയേ പറ്റൂ. കാരണം മാർക്കറ്റിൻ്റെ ലെവൽ ഞാൻ പറഞ്ഞു തന്നില്ലേ, മാർക്കറ്റിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ ഏതാണ്? മാർക്കറ്റിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മാർക്കറ്റിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ ഇതാണ്. ലോ ഹൈ ലോ ഹൈ ലോ ഹൈ, ഇതാണ് മാർക്കറ്റിൻ്റെ ലെവൽ. ലോസ് ആവുകയാണെങ്കിൽ നമ്മൾ ലോസ് ആവാൻ ചാൻസ് ഇല്ല. നോക്കതേ, നമ്മൾ MT അടിക്കും. കാരണം മാർക്കറ്റിൻ്റെ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഹൈക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യണം. ഇപ്പോൾ അവിടെ റീട്രേസ്മെൻറ്റ് ചെയ്തു. കാരണം ബ്രേക്ക് ഔട്ട് ചെയ്ത ശേഷം ഓൾറെഡി ഈ ക്യാൻഡിലായിരുന്നു ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ടത്, ഈ ക്യാൻഡിലായിരുന്നു റീട്രേസ്മെൻറ്റ് വരേണ്ടത്, ഈ ക്യാൻഡിൽ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പ്രീവിയസ് ലെഗിൽ എവിടെയെങ്കിലും വല്ല ഇതുണ്ടോ നോക്കാം. നമുക്ക് മാനിപ്പുലേഷൻ ആണല്ലോ അവിടെ. ഇതൊന്ന് ബ്രേക്ക് ഔട്ട്, ഇത് സ്ട്രോങ് ലെവലാണ്. ഓക്കെ, ഈ ഒരു ലെവലുണ്ട്, അതിനെയാണ് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും മാർക്കറ്റ് അവിടെ റീട്രേസ് ചെയ്ത്. കണ്ട ഈ ഒരു ലെവൽ, കണ്ട ഈ ഒരു ലെവൽ അവിടെ വർക്കായി. ഈ ഒരു ലെവൽ കണ്ട ഹിഡൻ ലെവലാണ്. ഇവിടെ ഇല്ല, ഇവിടുത്തെ ലെവൽ വർക്ക് ചെയ്തില്ല, ഈ ലെവൽ വർക്ക് ചെയ്ത്. കണ്ട, ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ? ഇതാണ് ഹിഡൻ ലെവൽ എന്ന് പറയുന്നത്. ഹിഡൻ ലെവൽ എപ്പോഴും ശ്രദ്ധിക്കുക. അതിനുശേഷം വേണ്ട എന്തുമാത്രം ലിക്വിഡിറ്റി എന്ന് നോക്കിയാൽ ക്യാൻഡിൽ നമ്മൾ വിന്നായതുണ്ടോ? നമ്മൾ 100% വിന്നായതുണ്ടോ? കാരണം ഞാൻ ഈ ഒരു സംസാരത്തിനിടയ്ക്ക് ആ ഒരു ലെവൽ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഏതാ ഈ ഒരു ലെവൽ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നമ്മൾ വിന്നായതുണ്ടോ? പ്രോഫിറ്റ് ആയതുണ്ടോ നമ്മൾ? അപ്പം കറക്റ്റ് കണ്ടോ? നമ്മൾ MTG വിന്നായും അവിടെ റീട്രേസ് മാർക്കറ്റ് ചെയ്താൽ ഇതെല്ലാം ഓരോരോ കാര്യങ്ങൾ മാർക്കറ്റിനകത്ത് നമ്മൾ വിരലിൽ എണ്ണാൻ പോകുന്ന ചെറിയ, അതായത് തലമുടി നാര് വരെ നമ്മൾ ബൈനറിക്കകത്ത് ശ്രദ്ധിക്കണം. കഴുകനെ പോലെ നമ്മൾ മാർക്കറ്റിനകത്ത് ഫുള്ള് നമ്മൾ 4 സൈഡും നമ്മൾ പരിധി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ബൈനറിക്കകത്ത് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. നല്ല രീതിയിൽ 2 വർഷം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കി
നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞാൽ എപ്പോഴും സപ്പോർട്ട് ഉണ്ടല്ലോ. ഞാൻ എന്നെ എന്ത് എപ്പോഴും നിങ്ങൾക്ക് വിളിക്കാം, പിടിക്കാം, എന്ത് വേണം ചെയ്യാമല്ലോ. നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇതുണ്ടാവും. ഇപ്പം നമ്മളുടെ വർക്ക് നമുക്ക് ഒരു ക്യാൻഡിൽ മതി. നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് വേണ്ടത്. ബ്രേക്ക് ഔട്ടിന് ശേഷം കൺഫർമേഷൻ. കാരണം ബ്രേക്ക് ഔട്ടിന് ശേഷം കൺഫർമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ എടുക്കുക, ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഫോളോ അപ്പ് ചെയ്ത് ഏതാ ഈ ഒരു ട്രെൻഡ് ലൈൻ അവിടെ വർക്കായതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈനെ നമ്മളതിന് പ്രാധാന്യം കൊടുക്കണം നമ്മൾ. കാരണം മാർക്കറ്റ് ചിലപ്പോൾ എന്താണെന്നറിയാം, ഇവിടെ വന്ന് റീട്രേസ് ചെയ്ത് മാർക്കറ്റ് സ്ട്രക്ചർ തന്നെ താഴോട്ടേക്ക് എത്തും. മനസ്സിലായി? അതായത് ഇങ്ങനെ വരും മാർക്കറ്റ് ഇങ്ങനെ വരും. അതായത് ലോ ക്രിയേറ്റ് ചെയ്ത് ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോ ക്രിയേറ്റ് ചെയ്ത് ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ പോകും. മനസ്സിലാകുന്നുണ്ടോ? മാർക്കറ്റ് ഇങ്ങനെ സംഭവിക്കും. ഓക്കെ, ഇങ്ങനെ സംഭവിക്കും കണ്ടോ? അടുത്ത മാർക്കറ്റിൻ്റെ ടാർഗറ്റ് ഏതാണ്? അടുത്ത മാർക്കറ്റിൻ്റെ ടാർഗറ്റ് ഇതാണ്. മാർക്കറ്റിൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കണ്ടോ? ഏതാണ്? ആ പ്രീവിയസ് ഹൈ ഉണ്ടോ? ഈ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ എന്ത് ചെയ്യണം പറയൂ? മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു, ന്യൂ കണ്ടാ പ്രീവിയസ് ലോയെ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം മാക്സിമം ചെറിയൊരു ട്രെൻഡ് ചേഞ്ച് ആയതേക്കുന്നുണ്ട്. ട്രെൻഡ് ചേഞ്ച് ആയെന്ന് പറയാൻ പറ്റത്തില്ല. സിക്സാക്ക് ടൈപ്പ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. എന്ത് പാറ്റേണാണ്? സിക്സാക്ക് പാറ്റേൺ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇപ്പോഴും മാർക്കറ്റ് അപ്പിലേക്കാണ്. പിന്നെ വീണ്ടും ഒരു സ്ഥാനമുണ്ട് മാർക്കറ്റിൻ്റെ ഈ ലെവൽ മാർക്കറ്റ് മിക്കവാറും റീട്രേസ് ചെയ്യും. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തും. മനസ്സിലായോ? എവിടെയൊക്കെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് എവിടെയൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ ആ ബ്രേക്ക് ഔട്ട് ചെയ്തേക്കുന്ന ഏരിയ മാർക്കറ്റ് വീണ്ടും തിരിച്ച് റൺ ചെയ്തെത്തും. മനസ്സിലായി? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ചെത്തത്തില്ലേ എന്ന് പറഞ്ഞാൽ ഒരു സമയം എടുത്തിട്ടായാലും മാർക്കറ്റ് വീണ്ടും ട്രാവൽ ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ എത്തും. അതെപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശരിക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. നമ്മൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്താലേ നമുക്ക് ബൈനറിക്കകത്ത് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇമ്പോർട്ടൻറ്റും സീരിയസ്നെസ്സും നല്ല രീതിയിൽ കൊടുക്കുക. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം, ഇതൊരു ലെവലാണ്. ഈ ഒരു ലെവൽ കണ്ട ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുക. ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് നമുക്ക് അടുത്ത കൺഫർമേഷൻ ക്യാൻഡിൽ ഏതാ? റണ്ണിങ് ക്യാൻഡിൽ. ആ, അപ്പം ഇതിലെത്തത്തില്ലേ? അപ്പം നമുക്ക് കൺഫർമേഷൻ ക്യാൻഡിൽ ഇല്ല. ഇപ്പം നമുക്ക് കൺഫർമേഷൻ ക്യാൻഡിൽ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 സെക്കൻഡിലോട്ട് നോക്കും. 5 സെക്കൻഡ് നോക്കിയിട്ട് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും കണ്ട് നോക്കും. കണ്ടാ 5 സെക്കൻഡിൽ കണ്ടാ ബയേഴ്സിൽ എത്തിയണ്ട, ബയേഴ്സിൻ്റെ എൻട്രി പോയിന്റ് മാർക്കറ്റ് എത്തിയണ്ട. 5 സെക്കൻഡിൽ നമ്മൾ വെച്ചപ്പോഴത്തേക്കും മാർക്കറ്റ് ബയേഴ്സിൻ്റെ എൻട്രി പോയിന്റിൽ എത്തിയ കണ്ടോ? ബയേഴ്സിൻ്റെ എൻട്രി പോയിന്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് അവിടെ റീട്രേസ്മെൻറ്റ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് ഡൗൺ ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത്. ഇപ്പോൾ ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ നമ്മൾ ഇനിയും വീണ്ടും വെയിറ്റ് ചെയ്യുക. കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ കണ്ണടച്ചിട്ട് ഒരിക്കലും ഒരു ട്രേഡ് എടുക്കാൻ പാടില്ല. ഇൻ കേസ് ഇപ്പം നമ്മൾ കണ്ടില്ലേ, നമ്മൾ കണ്ണടച്ചിട്ട് ഇവിടെ റീട്രേസ്മെൻറ്റ് ഇടുന്നുണ്ടല്ലേ, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ കണ്ണടച്ച് മൂടി എടുക്കുന്നതിനകത്ത് ഒത്തിരി ഇതുണ്ട് സംഭവം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൗൺ ഡയറക്ഷനകത്ത് ഈ ഇങ്ങനെയുള്ള ഈ സപ്പോർട്ട് ഏരിയ ശരിക്കും സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പ് ഡയറക്ഷനിൽ നമ്മൾ റെസിസ്റ്റൻസ് എത്ര സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നോ അതേപോലെ ഡൗൺ ഡയറക്ഷനിൽ സപ്പോർട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ബൈനറിക്കകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഡൗൺ ട്രെൻഡാണ്. അറിയോ? ഡൗൺ ട്രെൻഡാണ് നമുക്ക് ഏറ്റവും ട്രേഡ് എടുക്കാൻ പറ്റുന്ന ട്രെൻഡ്. ഓക്കെ,
ഓ അപ്പോൾ നമുക്ക് കൺഫർമേഷൻ കാണില്ല കണ്ട, കൺഫർമേഷൻ ഇതുണ്ടോ? നമുക്കിപ്പോൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ എന്താവും നമുക്ക് സ്ഥിതി? മാർക്കറ്റ് ഓപ്പോസിറ്റ് പാർട്ടി കയറി അവിടെ കണ്ടോ? നമുക്ക് കൺഫർമേഷൻ ഇല്ല. നമുക്ക് കൺഫർമേഷൻ ഇല്ല, നമുക്ക് എന്താ കൺഫർമേഷൻ ഇല്ല. നമുക്ക് 5 സെക്കൻഡ് നോക്കിയേ, ബയേഴ്സ് എൻ്റർ ആയി കണ്ടില്ലേ? എത്ര ക്യാൻഡിൽ പെർഫോം ആയി കണ്ടോ? ആ ഇനി നമുക്ക് നോക്കാം, അടുത്തത് ഗ്രീൻ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് ഗ്രീൻ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അപ്പിലേക്ക് ഒരെണ്ണം കൂടെ കൊടുക്കും. അപ്പോഴും നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കണം, അവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് കണ്ട, അവിടെ എന്തുണ്ട്? ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ രണ്ടുപേരും നമ്മൾ ഇങ്ങോട്ട് ഈ വക ഈ ചെറിയ ചെറിയ മൈനോട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇൻ കേസ് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ അപ്പിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും കൃത്യമനെ നീ ഫോണൊന്നും എടുത്തേ മൂമ്മേ ക്ലാസ്സിലാണ്. ഈ ട്രെൻഡ് ലൈന് ചിലപ്പം ഇവിടെ വരുമ്പോൾ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് വീണ്ടും താഴോട്ട് വരും. മനസ്സിലായ? മാർക്കറ്റ് എവിടുന്ന റീജക്ഷൻ ചെയ്തേക്കുന്നുണ്ടോ മാക്സിമം? ഇപ്പോൾ ഇവിടെ ഒരു കാര്യം വർക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. എന്താണെന്നറിയാമോ? PPR വർക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. PPR എന്താണെന്ന് അറിയാമല്ലോ അല്ലേ രണ്ടുപേർക്കും? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് PPR? പെൻഡിങ് പാർട്ടി റിക്കവറി. യെസ്, അതായത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലിക്വിഡിറ്റി നെക്സ്റ്റ് ക്യാൻഡിൽ ഏറ്റെടുത്തു. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലിക്വിഡിറ്റി എന്തുമാത്രം ഉണ്ടായിരുന്നു? ഇത്രയും വരെ എത്തി. ആ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലിക്വിഡിറ്റി വീണ്ടും മാർക്കറ്റ് ഏറ്റെടുത്തു. പിന്നെ ഫുൾഫിൽ ചെയ്യും. പിന്നെ വേറെ 80% വേറെ കാര്യം സംഭവിക്കുന്നതിന് ചാൻസസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനുള്ള ഒരു ഏരിയ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് അവിടെ ഒരു മാനിപ്പുലേഷൻ നടക്കും. സെയിം അവിടെ കാരണം ഉണ്ടാ അതാണ് ഇതിനകത്ത് മെയിൻ ഒരു ഘടകം. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനകത്ത് പറഞ്ഞേക്കുന്നതാണ്. അതായത് അത് മാർക്കറ്റിൻ്റെ ടേസ്റ്റ് അതാണ്. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ വിന്നാവും. എവിടെ നമ്മൾ ഈ ഏരിയ പ്ലേസ് ചെയ്ത് നമ്മൾ വിന്നായി സ്വന്തം. കണ്ടോ? മാർക്കറ്റ് ആ ലെവലിൽ വന്ന് ബ്രേക്ക് ചെയ്തോണ്ടാ, ആ ലോൺലി ക്യാൻഡിൻ്റെ താഴെ വന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തോണ്ടാ. ശ്രദ്ധിച്ചോ? ഇതിൻ്റെ താഴെ വന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തോണ്ടാ ഈ ഒരു ഏരിയ. ഈ ക്യാൻഡിൽ സിമ്പിൾ അല്ല. ഈ ക്യാൻഡിൽ ലോൺലി ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഡേഞ്ചറസാണ്. കുടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര ട്രേഡ് കിട്ടി? നമുക്കൊരു ട്രേഡ് കിട്ടിയില്ലേ? ഈ ഒരു ചാർട്ടിൽ നമുക്കിപ്പോൾ എത്ര ട്രേഡ് കിട്ടി എടുക്കാൻ പറ്റി നമുക്ക് ഇത്തരം ഭാഗത്തുനിന്ന്? അവിടെ ഒന്ന്, മൂന്ന്. നമ്മൾ ഇത്രയും ഡേറ്റയ്ക്കകത്തുനിന്ന്, അതായത് ഈ ഇത്രയും ചെറിയ ഡേറ്റയ്ക്കകത്ത് നമ്മൾ 3 ട്രേഡ് എടുത്തില്ലേ? 3ഉം നമ്മൾ വിന്നായിട്ട് എടുത്തില്ലേ? അപ്പോൾ അതാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുള്ള നമുക്ക് കിട്ടുന്ന നോളജ്, പവർ ഓഫ് നോളജ് എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത ലെവൽ എന്തുവാ? അടുത്ത മാർക്കറ്റിൻ്റെ ലെവൽ ഏതാ? അടുത്ത മാർക്കറ്റിൻ്റെ ലെവൽ ഇതാണ്. അത് കഴിഞ്ഞ മാർക്കറ്റിൻ്റെ ലെവൽ ഏതാണ്? അത് കഴിഞ്ഞ മാർക്കറ്റിൻ്റെ ലെവൽ ഇതാണ്. കാരണം ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. കണ്ടോ? മാർക്കറ്റ് ഒരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? വീണ്ടും ആ സെയിം പൊസിഷനിൽ വന്ന് മാർക്കറ്റ് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തേക്കുന്നുണ്ടോ? അപ്പോൾ അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ്. കണ്ടോ?
ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ? യെസ്. ആണ് ബ്രേക്കൗട്ട് ചെയ്യാൻ മാർക്കറ്റ് ബയ്യേഴ്സ് കൊടുത്തില്ല, നടക്കത്തില്ല, നീ താഴേക്ക് പോകണ്ട, ഞാൻ മുകളിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കെന്താ, നമുക്കൊരു അതായത് ഇത്ര റിസ്ക് ട്രേഡാണ്, നമുക്കൊരു അപ് ട്രേഡ് കൊടുക്കാം. ശകലം റിസ്ക് ഉണ്ട്, എന്നാലും നമുക്കൊരു അപ്പിലേക്ക് ഒരു ട്രേഡ് കൊടുക്കാം. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, മനസ്സിലായോ? റിസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ മാർക്കറ്റ് ചിലപ്പോൾ കറക്റ്റ് ചെയ്യും. അതല്ല, പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഈ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യും മാർക്കറ്റ് സം ടൈം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്നുണ്ടോ? റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ചെറിയ എമൗണ്ട് ഇട്ട് റിസ്ക് എടുത്ത് ട്രേഡ് എടുക്കും. മനസ്സിലായോ? അതാണ് പറഞ്ഞ റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ $100 നമ്മുടെ അക്കൗണ്ടിലുണ്ട്, നമുക്ക് ഒരു ട്രേഡിൽ വെച്ച് നമുക്കിപ്പോൾ ചെയ്യാം, നോ പ്രോബ്ലം. ഇവിടെ ഇത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യുക, അടുത്തത് വീണ്ടും റെഡ് ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗണിലേക്ക് പോവാം. കാരണം മാർക്കറ്റിന് 2 ടാർഗറ്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്കൗട്ട് ചെയ്ത് ഈ ഒരു ഏരിയ വന്നു. ഈ ഒരു ഏരിയ വന്നെങ്കിൽ മാർക്കറ്റ് വീണ്ടും ട്രാവൽ ചെയ്ത് ഇവിടെ എത്തണം എന്നുള്ള ഒരു മാർക്കറ്റ് ഒരു ടാർഗറ്റ്, ഇതൊരു ടാർഗറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിന് വേറെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇതൊരു ടാർഗറ്റ് ഉണ്ട്. മനസ്സിലായോ? നമ്മൾ വിന്നായി, കണ്ടോ? നമ്മൾ വിന്നായില്ലേ? ഡോജിയായി, അതിന് നമ്മൾ ഇട്ട പൈസ നമ്മൾ വിന്നായി, എല്ലാ ട്രേഡും വിന്നായി, കണ്ടോ? കുറച്ച് മാർജിനൽ സേഫ്റ്റിയോടെ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 100% നമ്മൾ വിന്നാണ്. ഡോജി വന്നു. ഡോജി വന്നു, ഡോജിയായി. ഞാൻ പറഞ്ഞില്ലേ, ബൈനറിക്കകത്ത് ഡോജി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ബൈനറിക്കകത്ത് ഡോജി ഇങ്ങനെ ഫോം ആവും. ആ ഡോജി ഫോമിനെ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിനൽ സേഫ്റ്റി നോക്കി ട്രേഡ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ട്രേഡ് പ്ലേസ് ചെയ്താൽ നമ്മൾ 100% വിന്നാണ്. നമുക്ക് നമ്മുടെ മാർജിന് സേഫ്റ്റി ആയി. നമ്മൾ നേരെ മറിച്ച് ഇവിടെ ട്രേഡ് ചെയ്താൽ നമ്മൾ ലോസ് ആയില്ലേ? ഒക്കെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്തോ ഇതിനെ ബ്രേക്കൗട്ട് ചെയ്തു. ഈ ക്യാൻഡിൽ ബ്രേക്കൗട്ട് ചെയ്യേണ്ടതായിരുന്നു അല്ലേ? ശരിയല്ലേ? ഈ ക്യാൻഡിൽ ബ്രേക്കൗട്ട് ചെയ്യേണ്ടതായിരുന്നു. ഈ ക്യാൻഡിൽ അതിനെ ബ്രേക്കൗട്ട് ചെയ്തു, ഇതിനെ ബ്രേക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്തോ ബ്രേക്കൗട്ട് ചെയ്താൽ നമ്മളെന്ത് ചെയ്യണം? ഇതിനെ ബ്രേക്കൗട്ട് ചെയ്താൽ നമ്മളെന്ത് ചെയ്യും? എന്തോ മുറുക്കപ്പറ. കൺഫർമേഷൻ ക്യാൻഡിൽ ഏതാ? റണ്ണിങ് ക്യാൻഡിൽ. ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ ഡൗണിലേക്ക് കൊടുക്കുക. ഡൗണിലല്ലേ പിന്നെ റെസിസ്റ്റൻസ് വരും. അതെ, പ്രഷർ ഉണ്ട്, നോക്കണം. പ്രഷർ ക്യാൻഡിലൊക്കെ പ്രഷറും മറ്റു കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയത്. അപ്പൊ നമുക്ക് കൺഫർമേഷൻ കിട്ടുമോ? ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെന്ന് വെച്ചാൽ നമുക്കതൊരു കൺഫർമേഷൻ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് റിസ്ക് ഉണ്ട്. ഇപ്പം അത് ഫുൾഫിൽ ചെയ്തില്ലേ, കണ്ടില്ലേ? നമ്മളത് ഫുൾഫിൽ ചെയ്യുന്നത് പ്രതീക്ഷിക്കേണ്ട. മാർക്കറ്റ് വീണ്ടും തിരിച്ചിറങ്ങാൻ ചാൻസസ് ഉണ്ട്. തിരിച്ചിറങ്ങിയ ആ ഗ്യാപ്പ് തന്നെ വീണ്ടും ഒരു ഗ്യാപ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും ആ ഗ്യാപ്പ് വീണ്ടും എന്തോ ആവുക, ആ ഗ്യാപ്പ് വീണ്ടും ഉണ്ടാകുന്ന ഗ്യാപ്പിൻ്റെ ടോപ്പ് ഏരിയ വന്നിട്ട് റെസിസ്റ്റൻസും ബോട്ടം ഏരിയ വന്നിട്ടും സപ്പോർട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മളെ വീണ്ടും കൺഫർമേഷൻ പോയോ? പോയി. അപ്പോൾ അടുത്ത നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഏതാ? നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു ലെവലുണ്ട്, ഇവിടെ ഒരു ലെവലുണ്ട്. ഒന്നുകിൽ ഇതിനെ ബ്രേക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ ബ്രേക്കൗട്ട് ചെയ്യണം. ഇതിനെ ബ്രേക്കൗട്ട് ചെയ്താലും മതി. ഇതിനെ ബ്രേക്കൗട്ട് ചെയ്ത് നെക്സ്റ്റ് കൺഫർമേഷൻ ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിൽ നമുക്ക് റെഡ് എടുക്കാം. ഇതിനെ ബ്രേക്കൗട്ട് ചെയ്ത് അടുത്ത കൺഫർമേഷൻ ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടുത്ത ട്രേഡ് ഇതിലെടുക്കാം. ഇപ്പം മനസ്സിലായ ഓരോ ട്രേഡിൻ്റെ ഓരോ റൂൾസ് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? കാരണം നമുക്ക് കൺഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആ കൺഫർമേഷൻ നമുക്ക് ആ കൺഫർമേഷൻ നോക്കി പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം ലോസ് ഒഴിവാക്കാമെന്നറിയോ? പിന്നെ മാനിപ്പുലേഷൻ ക്യാപ്പ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും സംടൈം മാനിപ്പുലേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ത്വരാന്ന് ലോസ് വരും. എന്താണെന്നറിയോ? മാർക്കറ്റ് റൂൾസ് ഫോളോ അപ്പ് ചെയ്യത്തില്ല. ഇപ്പം എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു റൂൾസാണ്, മനസ്സിലായോ? പഠിച്ചവർക്കേ ഈ റൂൾസ് എന്തെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കത് എന്താ പറയുക, അത് റൂൾസായി. ഇപ്പോഴും ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടില്ല, ഉണ്ടോ? നമ്മൾക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ട്രെൻഡ് ലൈൻ എടുക്കുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ട്രെൻഡ് ലൈൻ എടുത്തോണ്ട്
അവിടെ ഒരു സ്ട്രോങ് ലെവലാണ് കേട്ടോ. കറക്റ്റ് ഏരിയയിലാണ് മാർക്കറ്റ് ഇരിക്കുന്നത് കേട്ടോ. അടുത്ത മാർക്കറ്റിൻ്റെ ലെവൽ ഇതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത മാർക്കറ്റ് ലെവൽ ഇതാണ് ബോട്ടം. ഇതിനെ ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഡൗൺ ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മുടെ ട്രെൻഡ് ലൈനകത്ത് ഇതുണ്ടോ? കല്യാണം നടന്നുകൊണ്ട് ഓക്കെ, നോ പ്രോബ്ലം. ഫയാസ് ബ്രോ ഒന്ന് എനിക്ക് ഇനി ഒന്ന് പറഞ്ഞു തരണേ ക്ലാസ് ഒക്കെ. ഞാൻ ഇറങ്ങട്ടോ ബ്രോ. ഓക്കെ. ഫയാസ് ഇവിടെ എന്താ സാർ? ഇപ്പോൾ മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലായോ? കണ്ടോ ആ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ലെവൽ മാർക്കറ്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? ഡൗണിലേക്ക്. കാരണം ഇങ്ങനെയുള്ള ഒരു ഏരിയ മാർക്കറ്റ് എന്താ പറയുക, മാർക്കറ്റ് ഈ ഒരു ഏരിയ മാർക്കറ്റ് ഈ ഫോണെന്ന് എടുത്തിട്ട് പറയാം. അച്ഛൻ മാസം എടുത്തോണ്ടിരിക്കുന്നു. സുഖം. അപ്പോൾ നമ്മുടെ ബ്രേക്കൗട്ട് ക്യാൻഡിൽ, ഇത് കൺഫർമേഷൻ ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിൽ താഴേക്ക് പോകുന്നുണ്ടോ ഫയാസ്? കണ്ടു ആ, കാണുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രേക്കൗട്ട് ചെയ്തു. അതായത് ഇത് നമ്മുടെ ബ്രേക്കൗട്ട് ചെയ്തു. ഈ ക്യാൻഡിൽ ബ്രേക്കൗട്ട് ചെയ്തു. ഇത് നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ, ഇത് നമ്മുടെ എൻട്രി പോയിന്റ്. റിജക്ഷൻ കണ്ടോ? മാർക്കറ്റിനകത്ത് റിജക്ഷൻ വരുന്നുണ്ട്. കണ്ടോ ഓപ്പോസിറ്റ് പാർട്ടി ഏരിയയോട്. ഇത് നമ്മൾ ലോസ് ആയി. കണ്ടോ ഇത് നമ്മൾ ലോസ് ആയി. ഇത്രയും ക്യാൻഡിൽ ഇത്രയും ട്രേഡ് എടുത്തതിനകത്ത് നമ്മൾ ലോസ് ആയി അല്ലേ? ഓക്കെ. ആ ട്രേഡ് ആകുമ്പോൾ നമുക്ക് പറഞ്ഞാൽ ലോസ് ആവും. നമുക്ക് കൺഫർമേഷനോട് കൂടിയാണ് നമ്മൾ ട്രേഡ് എടുത്തത്. പക്ഷേ മാർക്കറ്റ് വീണ്ടും എതിർ പാർട്ടി കയറി. ബയേഴ്സിൻ്റെ ഏരിയ ഏതാണ്? ബയേഴ്സിൻ്റെ ഏരിയ ഇതാണ്. ബയേഴ്സിൻ്റെ ഏരിയ ഇതാണ് ബയേഴ്സിൻ്റെ മെയിൻ ഏരിയ. കണ്ടോ മാർക്കറ്റ് അവിടെ വരെ ട്രാവൽ, അതിൻ്റെ അടുത്ത് വരെ മാർക്കറ്റ് ട്രാവൽ ചെയ്തു. മാർക്കറ്റ് റിവേഴ്സിൽ വന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഫയാസ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ, അതുപോലെ തന്നെ ഇതുപോലത്തെ ഡ്രോയിങ് ചെയ്തിട്ട് പിന്നെ ട്രെൻഡ് ലൈനും ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഡ്രോയിങ് ചെയ്യുന്ന ഞാൻ പഠിപ്പിച്ചു തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള